നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി ലെവൽ മെയിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. രണ്ട് നോട്ടിഫിക്കേഷനുകളിലേക്കാണ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ കാറ്റഗറിയും അതേപോലെ തന്നെ ആംഡ് പോലീസും. ഇതിന്റെ ഓപ്പൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതും കോൺസ്റ്റാബിളറി മിനിസ്റ്റീരിയലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് എന്തായിരിക്കും? ആ സിലബസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. അതായത് ഞാൻ ഈ നൽകിയിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നിലവിലുള്ള സിലബസ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് നോക്കാം. ഈ പ്രിലിംസ് കഴിഞ്ഞ് വരാനിരിക്കുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ സിലബസ് വെച്ചുകൊണ്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത്. മക്കളെ, ഈ സിലബസ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് പ്രധാനമായിട്ടും ഒരു 6 ഭാഗങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗമാണ്. ജനറൽ നോളജ് എന്ന് പറയുന്നതിനകത്തിൽ തന്നെ വീണ്ടും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവർണൻസ്, അതേപോലെ തന്നെ ലൈഫ് ആൻഡ് ഹെൽത്ത് എന്നിങ്ങനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇതിലെ ഒരു പ്രത്യേകത, മെയിൻസിനുള്ളതുപോലെ അത്രയും ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ്സിൽ നിന്ന് എവിടെ ഇല്ല, നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്ക് വരുമ്പോഴില്ല. അതിന് മാർക്ക് പ്രപ്പോർഷനും കുറവാണ്. ഇവിടെ ഹിസ്റ്ററി നോക്കിയാൽ ആകെ 3 മാർക്കേ ഉള്ളൂ. അവിടെ നിങ്ങൾ കേരള ഹിസ്റ്ററി, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഈ 3 നോക്കണം. പക്ഷേ 3 മാർക്ക് മാത്രമേ അവിടെ നേടാനുള്ളൂ. ജോഗ്രഫി ആണെങ്കിലും അവിടെ 3 ഉള്ളൂ. ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇത് 3 നോക്കേണ്ടി വരും. എക്കണോമിക്സ് 3 മാർക്കാണ്. പക്ഷേ കുറച്ച് ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. അവിടുന്ന് 3 മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്തിന് 5 മാർക്കാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കേരള ഗവർണൻസ് അങ്ങ് മാറും. then അതേപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങ് മാറും. ഇനിയും കറണ്ട് അഫെയറിലേക്ക് വന്നാൽ അവിടെ 5 മാർക്കാണ്. സാധാരണ മെയിൻസ് പരീക്ഷയ്ക്ക് 10 മാർക്കോ അതിൽ കൂടുതലൊക്കെ കറണ്ട് അഫെയറിന് വരാറുണ്ട്. പക്ഷേ ഇവിടെ 5 മാർക്ക് മാത്രമാണ് മെയിൻസ് പരീക്ഷയിൽ സബ് ഇൻസ്പെക്ടറിലെ കറണ്ട് അഫെയർ വന്നിട്ടുള്ളത്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ 10 മാർക്ക്, ഇംഗ്ലീഷ് 10, മലയാളം 10. അത് നോർമൽ പരീക്ഷകളെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് വരുമ്പോൾ അവിടെ 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. അപ്പോൾ അത് ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ജനറൽ നോളജ്. അതിൽ ഹിസ്റ്ററിയാണ് ആദ്യത്തേത്. 3 മാർക്കാണ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സെലക്റ്റീവ് ആയിട്ട് കൂടി പഠിക്കേണ്ടി വരും. കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാൻ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, അതായത് നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രം. ഇതൊക്കെ നിങ്ങൾ പ്രിലിംസ് പരീക്ഷയിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ റിവിഷൻ മെത്തേഡിൽ മാത്രമേ ഇനി മെയിൻസ് പരീക്ഷയിലേക്ക് എത്തുമ്പോൾ ഈ ടോപ്പിക്കുകൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി മുഴുവനും സ്പെഷ്യൽ ടോപ്പിക്കിന്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കാൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് വേണം കൂടുതൽ പ്രാധാന്യം എന്ത് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതായിട്ട്. അതേപോലെ തന്നെ വരുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി. അത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതിയാവും, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ടതില്ല. യുണൈറ്റഡ് കേരള മൂവ്മെന്റ് നോക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956, അത് ആക്ച്വലി ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ 3 മാർക്കേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഒരു പ്രിഫറൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആകെ 3 മാർക്കാണ്. അതിൽ 1 മാർക്കായിരിക്കും എവിടെ നിന്ന് വരിക, കേരള ഹിസ്റ്ററി. 1 മാർക്കായിരിക്കും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരിക. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഒരുപാട് വാസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പർ, അതേപോലെ തന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, മഹാത്മാഗാന്ധി, ഇന്ത്യ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള സയൻസ്, എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെയുള്ള ഡെവലപ്മെന്റ്, ഇതൊക്കെ എവിടെ നോക്കേണ്ടതായിട്ട് വരും? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കേണ്ടതായിട്ട് വരും. ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കിയേ. വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ അമേരിക്കൻ റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO അതിൻ്റെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇതൊക്കെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, 1 മാർക്ക് മാത്രമാണ് കേരള, ഇന്ത്യ, വേൾഡ്, ഈ 3 ഭാഗത്തു നിന്നും ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രിഫറൻസ് കൊടുത്ത് അവിടെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഹിസ്റ്ററി ഭാഗത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോഴോ അവിടെ 3 മാർക്ക് തന്നെയാണ്. 3നും കൂടി ചേർത്ത് 3 മാർക്കാണുള്ളത്. ബേസിക്സ് ഓഫ് ജോഗ്രഫി, അത് ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്. ഇത് ആക്ച്വലി കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട ഒരു ഭാഗമായിട്ട് തോന്നുന്നില്ല. ദെൻ മാപ്സ് നോക്കേണ്ടതായിട്ടുണ്ട്. ടോപ്പോഗ്രഫിക് മാപ്സ്, അതിൻ്റെ സൈനുകൾ നോക്കേണ്ടതുണ്ട്. റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഷ്യൻ കറൻസ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓഷ്യൻ കറൻസ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാം. കോണ്ടിനൻസ്, നേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന, ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഫിസിക്കൽ ജോഗ്രഫിയിൽ ചോദ്യമാണ്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോഴോ ഫിസിയോഗ്രഫി,
അതേപോലെ തന്നെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, അതായത് റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ടേഷൻ, അത് റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഇതൊക്കെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ നിന്നൊക്കെ എന്താണ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അവിടെ ഫിസിക്കൽ ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, ദെൻ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അവിടെ തന്നെ റോഡ്, വാട്ടർ, റെയിൽവേ, എയർ പോലെയുള്ള കാര്യങ്ങൾ അവിടുന്ന് ചോദ്യങ്ങൾ വരാം. ഇവിടെയും ഓരോ മാർക്ക് വീതം ഓരോ റീജിയനിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ജോഗ്രഫിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എക്കണോമിക്സ് അങ്ങനെയല്ല. എക്കണോമിക്സ് 3 മാർക്ക് ആണെങ്കിലും ടോപ്പിക്കുകൾ വളരെ ലെസ് ആണ്, അല്ലെ, ലെസ് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എക്കണോമിക്സിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഭൂരിഭാഗം ടോപ്പിക്കുകൾ നിർബന്ധമായും പഠിക്കുക. ഉദാഹരണമായിട്ട് 5 ഇയർ പ്ലാൻ, ന്യൂ എക്കണോമിക് പോളിസി, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, അതിൻ്റെ ക്രോപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ആക്ച്വലി നമ്മൾ പ്രിലിംസിന് കവർ ചെയ്തതാണ്. 5 ഇയർ പ്ലാൻ കവർ ചെയ്തു, ന്യൂ എക്കണോമിക് പോളിസി കവർ ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ കവർ ചെയ്തു, നീതി ആയോഗ് ആക്ച്വലി നമ്മൾ കവർ ചെയ്തതാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്താണ്, നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് കവർ ചെയ്താണ്, GST കവർ ചെയ്താണ്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്താണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മെയിൻസിന് വരുമ്പോൾ ഒന്ന് റിവിഷൻ മോഡിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് വ്യത്യസ്തമായി നമ്മൾ പ്രിലിംസിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നൊരു ടോപ്പിക്കാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 5 മാർക്ക് ആ ടോപ്പിക്കിനുണ്ട് താൻ. ഓക്കെ, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ചു. പക്ഷേ ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, കമ്മീഷനുകൾ, സോഷ്യോ ഇക്കണോമിക് ഡേറ്റയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്സ്യൽ പ്ലാനിങ്, അതിൻ്റെ പോളിസീസ്, ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ, പദ്ധതികൾ, ദെൻ ലാൻഡ് റിഫോംസ്, സോഷ്യൽ വെൽഫെയർ, സെക്യൂരിറ്റികളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫ് വ്യൂമൻ, ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോപ്പുലേഷൻ, ലിറ്ററസി, ഇ ഗവേണൻസ്. ഇവിടെ തൊട്ട് ഇവിടം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അത്ര പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇ ഗവേണൻസ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതിൻ്റെ കൺട്രോൾസ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേറ്റ്നെസ്, ദെൻ അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇതൊക്കെ ഒരു പുതുമയുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങൾക്ക് തീർച്ചയായും ഇമ്പോർട്ടൻസ് കൊടുക്കാം. 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബയോളജി. കാരണം ഫിസിക്സ്, കെമിസ്ട്രി ഈ 2 ടോപ്പിക്കുകൾക്കും എവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ഇമ്പോർട്ടൻസ് ഇല്ല. സിലബസിൽ ഫിസിക്സും ഇല്ല, കെമിസ്ട്രിയും ഇല്ല. ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ബയോളജിയാണ്. GKയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ വരുന്നതും ബയോളജിയിൽ നിന്നാണ്. തീർച്ചയായും വൈറ്റമിൻസ്, അവിടുന്ന് 1 മാർക്ക് ഉറപ്പിക്കാം, ഒരു സംശയവും വേണ്ട. വൈറ്റമിൻസിൽ നിന്ന് 1 മാർക്ക് ഉറപ്പിക്കാം. അതേപോലെ കമ്മ്യൂണിക്കേറ്റബിൾ ആയിട്ടുള്ള ഡിസീസുകൾ, അല്ലെ, പകർച്ചവ്യാധികൾ, അതിനെക്കുറിച്ച് പഠിക്കാം. കേരള വെൽഫെയർ സ്കീമുകളെ കുറിച്ച് ചോദ്യം വരാം. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ കുറിച്ച് ചോദ്യം വരാം. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, ഇത് വാസ്റ്റ് ആണ്, അല്ലേ. പക്ഷെ പഠിച്ചാൽ ഇപ്രാവശ്യം ഗുണമുണ്ട്. കാരണം 6 മാർക്കാണ്, 2 മാർക്ക് വരെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ തീർച്ചയായും ബയോളജിയിൽ നിന്ന് ആദ്യം മുതലേ പഠിച്ചു പോകാൻ ശ്രമിക്കുക. കാരണം അവസാനത്തേക്ക് ഇടരുത്. ഹ്യൂമൻ ബോഡിക്ക് കുറേ പഠിക്കാനുണ്ട്. അത് ആദ്യം തൊട്ട് തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർ 5 മാർക്കാണ്. അവിടെ നിങ്ങൾക്ക് ഇനിയുള്ള ഡെയിലി കറണ്ട് അഫെയർസ് നോക്കുന്നതിനോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് നോക്കാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് റിസൾട്ട് ഉണ്ടാക്കി തരും, ഒരു സംശയവും വേണ്ട. പക്ഷേ മാത്സിൽ 10 മാർക്കാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അരിത്തമെറ്റിക്കിൽ നിന്ന് 5 മാർക്കും, റീസണിങ്ങിൽ നിന്ന് 5 മാർക്കും, എല്ലാ ടോപ്പിക്കും, നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ്, ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, അത് 2D പഠിക്കേണ്ടതായിട്ടുണ്ട്, 3D പഠിക്കേണ്ടതായിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, തീർച്ചയായിട്ടും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കൂടെ ജോമെട്രിക് പ്രോഗ്രഷനും എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റീസണിങ്ങിലേക്ക് വരുമ്പോഴോ, സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, അനലോഗി, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള അനലോഗീസ്, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓർഗൻസ്, ദെൻ ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ആൻഡ് ക്ലോക്ക്, റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. തീർച്ചയായിട്ടും ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്സ് ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. 10 മാർക്കാണ്. പ്രിലിംസ് നമ്മൾ പഠിച്ചു, എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴോ, ഇംഗ്ലീഷിലും ഇതേപോലെ തന്നെയാണ്. ടൈപ്സ് ഓഫ് സെന്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്,
എഗ്രിമെന്റ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, അതിനെയാണ് കോൺകോഡ് എന്ന് പറയുക കേട്ടോ, കോൺകോഡ് എന്ന് പറയുക. ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡൽ ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. tenses in conditional sentence, preposition, use of correlatives, direct and indirect speech, active and passive voice, corrective sentence, then degrees of comparison, vocabulary വരുമ്പോഴോ single and plural verbs, change of gender, collective nouns, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. then words of formation, അതായത് പ്രിഫിക്സ് സഫിക്സ് പോലുള്ള കാര്യങ്ങൾ, then compound words, synonyms, antonyms, phrasal verb, foreign words, അതേപോലെ തന്നെ phrases, one word substitution, words often confused, അതായത് കൺഫ്യൂസിങ് വേർഡ്സ്, സ്പെൽ ചെക്ക്, ഇഡിയംസ്, അതേപോലെ കോമൺ ആർബിട്രേഷൻസ്, അതായത് ഇപ്പം GDPയുടെ ഫുൾ ഫോം എന്താണ്, യുഎൻഒയുടെ ഫുൾ ഫോം എന്താണ്, അത്തരത്തിലുള്ള ഫുൾ ഫോമുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിലാണ് ഇംഗ്ലീഷിനെ കാണേണ്ടത്. ഇവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 10 മാർക്ക്, അതായത് ആകെ ഇംഗ്ലീഷ് മാത്സ് മലയാളം 30 അതിലൊരു 25+ ഉണ്ടെങ്കിൽ തന്നെ പകുതി സമാധാനമാകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ പ്രാക്ടീസ് ആ ഒരു മെത്തേഡ് തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കാം. മലയാളത്തിലേക്ക് വരുമ്പോഴോ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, അതേപോലെ വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, തന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സമാനപദം, ചേർത്തെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഇത്രയും കോമൺ ആയിട്ട് നമ്മൾ മറ്റു പരീക്ഷകൾക്കും കണ്ടുവരുന്ന ടോപ്പിക്കുകളാണ്. പക്ഷേ ഇതിൽ സിലബസിൽ ഒരു വ്യത്യാസം വരുന്ന എവിടെയാണ്? അത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലാണ്. സ്പെഷ്യൽ ടോപ്പിക്കിനെ പല പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ഭാരതീയ ന്യായ സംഹിതയാണ്, BNS ആണ്. അതായത് IPCക്ക് പകരം വന്ന BNS ആണ്, 2023 ഭാരതീയ ന്യായ സംഹിത. അവിടുന്ന് പഠിക്കേണ്ടത് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സെപ്ഷൻസ് തീർച്ചയായും നിങ്ങൾ പഠിച്ചു വെക്കണം. 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിനുശേഷം അവിടെ ഏതൊക്കെ സെക്ഷനുകളാണ് നോക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പണിഷ്മെന്റുകൾ നോക്കേണ്ടതുണ്ട്, ജനറൽ എക്സംഷൻസിനെ കുറിച്ച് നോക്കേണ്ടതുണ്ട്, ദെൻ ഒഫൻസസ് എഗനസ്റ്റ് വ്യൂമൻ ആൻഡ് ചൈൽഡ്, വ്യൂമനും ചൈൽഡിനും എഗനസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകളെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. ദെൻ അതേപോലെ അവിടെ തന്നെ കൃത്യമായിട്ട് വരുന്നുണ്ട് ഒഫൻസസ് അഫക്റ്റിംഗ് ദി ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള എന്താണ് ഒഫൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒഫൻസസ് എഗനസ്റ്റ് പബ്ലിക് ട്രയാങ്കുലിറ്റി അവിടെ നോക്കേണ്ടതുണ്ട്. ദെൻ നമ്മുടെ ഒഫൻസസ് ബൈ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഫൻസുകളെ കുറിച്ച് പഠിക്കണം. നമ്മുടെ പ്രോപ്പർട്ടിക്ക് അഗനസ്റ്റ് ആയിട്ട് വരുന്ന ഒഫൻസുകളെ കുറിച്ച് തീർച്ചയായും നോക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് കിട്ടും. ഈ സെക്ഷനുകൾ ഒന്നും വിട്ടുപോകില്ല, എല്ലാ സെക്ഷനുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അടുത്ത പാർട്ട് 5 5 മാർക്കിന് വരുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. അതായത് BNSS എന്ന് പറയാം. ഇത് CRPCക്ക് പകരമാണ്. CRPCക്ക് പകരം വന്നിട്ടുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അവിടെയും ഡെഫിനിഷൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ്, അല്ലേ, പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പേഴ്സൺസിനെ അറസ്റ്റ് ചെയ്യേണ്ട കേസ് പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ സമൻസ് ആൻഡ് വാറന്റ്, എന്താണ് സമൻസ്, എന്താണ് വാറന്റ് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. സെർച്ച് ആൻഡ് സീഷറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രയാങ്കുലിറ്റി, ദെൻ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസിന്റെ പ്രിവെന്റീവ് ആക്ഷൻ എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ ടു പോലീസ്, അല്ലെ, പോലീസിനുള്ള ഇൻഫർമേഷൻ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ദെൻ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 196 വരെയുള്ള സെക്ഷനുകൾ. ഇത്രയും സെക്ഷനുകളാണ് 5 മാർക്കാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നിന്നുള്ളത്. അതേപോലെ തന്നെ 5 മാർക്ക് എവിടുന്നുണ്ട്, ഭാരതീയ സാക്ഷി അധിനിയം BSAയിൽ നിന്നുണ്ട്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നിട്ടുള്ള BSAയിൽ നിന്നുണ്ട്. അവിടെയും ആദ്യം നിങ്ങൾ ഡെഫിനിഷൻസ് നോക്കണം. അതിനുശേഷം കൺഫെഷനെ കുറിച്ച് നോക്കാനുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ആസ് എ വിറ്റ്നസ് എന്ന് പറയാൻ പറ്റാത്ത ആളുകളുടെ കേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസിന്റെ ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് പഠിക്കേണ്ടത്. അതായത് BNSS അതേപോലെ തന്നെ BSA, ഈ 3 ഇടത്ത് നിന്ന് 15 മാർക്കിനുള്ള ടോപ്പിക്കാണ് വരിക. 15 മാർക്ക് ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള 55 മാർക്കിൻ്റെ ടോപ്പിക്ക് കണ്ടു. ഈ 15 കൂടെ ആകുമ്പോൾ തന്നെ 70 മാർക്കായി. ഇനി ഒരു 30 മാർക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന 3 മാർക്ക് വരുന്ന ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അതായത് ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ 2F, സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 11 ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും പഠിച്ചാൽ 3 മാർക്ക് ഉറപ്പിക്കാവുന്ന ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്, ആ 3 മാർക്ക് ഉറപ്പാണ്. പിന്നീട് വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 7 മാർക്ക്. അതായത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ GKയിൽ ജനറൽ നോളജ് പഠിക്കുന്നതാണ്. പക്ഷേ ഇതിവിടെ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ഇട്ടിരിക്കുന്നത്. അവിടെ 7 മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി തൊട്ട് പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്,
ഫണ്ടമെന്റൽ റൈറ്റ്, റിട്സ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, കോവാറന്റ്, ഇതൊക്കെ റിട്ടുകളാണ്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, അതിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, അതിൻ്റെ ഫംഗ്ഷൻസ് അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ തൊട്ട് ഇവിടെ വരെയുള്ള കണ്ടോ GST കൗൺസിൽ വരെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന്. ദെൻ അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ യൂണിയനും സ്റ്റേറ്റിനും കീഴിലുള്ള സർവീസുകൾ, ട്രൈബ്യൂണലുകളെ പറ്റിയിട്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഹൈക്കോടതികൾ, ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എങ്കിലും ആക്ച്വലി ഇത് നമ്മൾ പ്രിലിംസിന് സിവിക്സിലും കോൺസ്റ്റിറ്റ്യൂഷനുമായി പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചാവുന്ന നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 7 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ പാർട്ട് 5 3 മാർക്കിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്, 2000 IT ആക്ട് ആണ്. ഇവിടെയും 43, 43A, 65, 66, 66B, 66C, 66D, 66E, 66F, 67, 67A, 67B, 72, 77B, 78 ഇത്രയുമാണ് എന്തിൽ വരുന്നത്, IT ആക്ടിൽ പ്രധാനമായിട്ടും വരുന്നത്. ദെൻ പാർട്ട് 2ലേക്ക് വരുമ്പോൾ ബേസിക്സ് ഓഫ് IT, സൈബർ ക്രൈമും, നമ്മുടെ IT ആക്ട് കൂടാതെ തന്നെ നമ്മുടെ ബേസിക്സ് ഓഫ് ITയും അതുപോലെ തന്നെ സൈബർ ക്രൈംസും ഉണ്ട്. 7 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സോഷ്യൽ മീഡിയാസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനാലിസിസുകൾ, നമ്പറുകൾ ഏതൊക്കെയാണ്, ദെൻ ഡിജിറ്റൽ എവിഡൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹാക്കിംഗ് എന്താണ്, സൈബർ ബുള്ളിങ് എന്താണ്, സൈബർ സ്റ്റോക്കിംഗ് എന്താണ്, ദെൻ സർവീസ് അറ്റാക്സ്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് എന്താണ്, വെബ് ഡിഫെയിൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പൂഫിംഗ് എന്താണ്, മോർഫിംഗ് എന്താണ്, ഇങ്ങനെ നമ്മുടെ സൈബർ ലോകത്ത് നടക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് ആകെ 7 മാർക്കാണ് വരിക. അതായത് ITയിൽ നിന്ന് ആക്റ്റും മറ്റതും കൂടി ചേർത്തിട്ട് 10 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ IT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. പിന്നീട് വരുന്നത് സൈക്കോളജിയാണ്, ഹ്യൂമൻ സൈക്കോളജി. 10 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ കുഴപ്പിക്കുന്ന, മാർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കാൻ സാധ്യത വരുന്നത് സൈക്കോളജിയാണ്. അവിടെയൊന്ന് മനസ്സിരുത്തി പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് IT പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അവിടെ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ, ദെൻ ഹ്യൂമൻ ബിഹേവിയർ, കോഗ്നിറ്റീവ് പ്രോസസ്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയർ, ദെൻ ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ, ദെൻ അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ് ഇൻസ്പെക്ടറിൻ്റെ സിലബസിൽ പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 100 മാർക്കിൻ്റെ സിലബസ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രിലിംസ് 1ാം ഘട്ടം കഴിഞ്ഞു, നിങ്ങൾ ഇനി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സിലബസ് ആണ്. വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, സിലബസ് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമയമില്ല. നമ്മൾ സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ സിലബസ്, എക്സൈസ് ഇൻസ്പെക്ടർ സിലബസ്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ, ഈ 3 പരീക്ഷകളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ബാച്ചുകൾ മെയ് മാസം 18-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. 2499 രൂപ മാത്രമാണ് ഫീസ്. ഇതൊരു എയർലി ബിഡ് ഓഫറാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർ നോട്ട്സ് എന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ കയറുമ്പോൾ അവിടെ PSC എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും. അവിടെ മെയിൻസ് ബാച്ചിനെ കുറിച്ച് കാണാൻ പറ്റും. 2 മെയിൻസ് ബാച്ച് ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ SBCID. ഇതിന് വേണ്ടിയിട്ടൊരു മെയിൻസ് ബാച്ച് ഉണ്ടാവും. ദെൻ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവും. നിങ്ങളിത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. 2499. ഇനി നിങ്ങൾ മറ്റേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ SBCID അതിനും കൂടി പഠിക്കുന്നുണ്ടെങ്കിൽ 2 ബാച്ചിലും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് കോംബോ ഓഫറാണ്. ഇത് 2ലും കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ നേരെ ഒരു കോഴ്സേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ നേരെ ആപ്പിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോ. വളരെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് മറക്കണ്ട. നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ, നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. 2027 നിങ്ങളുടെ വർഷമായിട്ട് തീർച്ചയാണ്. അപ്പം അതിന് സൂപ്പർ നോട്ട്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ബാച്ചിൽ കാണാം. നന്നായിട്ട് പഠിച്ചു.